നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ നിര്യാണത്തെ തുടർന്ന് ഞെട്ടലിലാണ് അറബ് ലോകം. ഭരണസാരഥ്യം ഏറ്റെടുത്ത് 50-ാം വർഷത്തിലാണ് അദ്ദേഹം വിട പറയുന്നത്. സുൽത്താൻ അറബ് ലോകത്തിന് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ആഡംബരങ്ങൾ ഏതുമില്ലാതെ ലളിത ജീവിതമായിരുന്നു സുൽത്താൻ നയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് കൊട്ടാരത്തിലെ ജീവനക്കാരനായ മലയാളി, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് സ്വദേശി വേണുഗോപാൽ. 35 വർഷം ഒമാൻ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. യാത്രകളും സൗഹൃദങ്ങളും ജീവിതത്തിൽ അമൂല്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് സുൽത്താൻ ഖാബൂസ്. ഭാരിച്ച ഭരണ ചുമതലകൾക്കിടയിലും യാത്രകൾക്ക് സമയം കണ്ടെത്തുകയും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും സാധ്യതകൾ രാജ്യത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ യാത്രകൾ. ലണ്ടനും ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖും അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമായിരുന്നുവെന്ന് വേണുഗോപാൽ വെളിപ്പെടുത്തുന്നു. ഇടയ്ക്ക് അദ്ദേഹം കപ്പൽ യാത്രയും ആസ്വദിക്കുമായിരുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നതിനാൽ വർഷത്തിൽ 2 തവണയെങ്കിലും അവിടേക്ക് പോകുമായിരുന്നു. എല്ലാ രാജ്യങ്ങളിലേക്കും ചരിത്ര കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നെങ്കിലും ലണ്ടനിലേക്കും ഈജിപ്തിലേക്കുമായിരുന്നു കൂടുതൽ യാത്രകൾ. കൊട്ടാരത്തിലെയും ഓഫീസിലെയും എല്ലാ ജീവനക്കാരെയും വലിപ്പച്ചെറുപ്പം ഏതുമില്ലാതെ ഒരുപോലെ കാണുന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത. തമാശകൾ ആസ്വദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. കൊട്ടാരത്തിലെ സാധാരണ ജീവനക്കാരോട് പോലും ഇങ്ങനെയായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നതെന്നും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒമാന്റെ ഗ്രാമീണ മേഖലകളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താനും സുൽത്താൻ സമയം കണ്ടെത്തിയിരുന്നു. മരുഭൂമിയിലെ കൂടാരത്തിലായിരുന്നു അപ്പോൾ താമസം. വിവിധ വിലായത്തുകളിലെ ഗോത്രവർഗ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ഭക്ഷണവും കലാപരിപാടികളും ആസ്വദിക്കുകയും ചെയ്യും. വയോധികർക്കും കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകാൻ സുൽത്താൻ ഖാബൂസ് ശ്രദ്ധിച്ചിരുന്നു. ഈന്തപ്പഴത്തോട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പച്ചക്കറികളുടെ ഉൽപാദനത്തിലും രാജ്യം മുന്നേറുകയുണ്ടായി. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ കൃഷി, മത്സ്യബന്ധനം, നിർമ്മാണ മേഖല തുടങ്ങിയവയിൽ ശാസ്ത്രീയമായി മുന്നേറാൻ രാജ്യത്തിന് കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ ഭരണം മൂലമാണ്. ഒമാൻ എന്ന രാജ്യത്തിന്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണക്കാരനായ ഭരണാധികാരി 5 വർഷത്തിലേറെയായി അർബുദ രോഗബാധിതനായിരുന്നു. 2014 ഓഗസ്റ്റിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോവുകയും 8 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം 2015 മാർച്ചിൽ രാജ്യത്ത് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് സജീവമായി തന്നെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടു. സുൽത്താൻ ഖാബൂസിന്റെ വിയോഗത്തെ തുടർന്ന് ഒമാനിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 40 ദിവസത്തേക്ക് ദേശീയ പതാകയും താഴ്ത്തിക്കെട്ടും. ഖുസൈദി രാജവംശത്തിന്റെ 8ാമത്തെ സുൽത്താനായി 1970 ജൂലൈ 23-നാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സൗദ് അധികാരമേറ്റത്. പിതാവിൽ നിന്നാണ് അദ്ദേഹം ഒമാന്റെ ഭരണം ഏറ്റെടുത്തത്. വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികം, ആരോഗ്യം, വ്യവസായം, വാണിജ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം ഒമാൻ ഇക്കാലയളവിൽ വളർച്ച കൈവരിച്ചു. സ്വദേശികൾക്ക് പുറമെ ഒമാനിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസി സമൂഹത്തിന് മികച്ച ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ സുൽത്താന്റെ വിയോഗത്തിലൂടെ പ്രിയങ്കനായ ഭരണാധികാരിയാണ് ഒമാന് നഷ്ടമായത്. അതേസമയം സുൽത്താൻ ഖാബൂസ് ബിൻ സൗദിന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ത്യയിൽ ഇന്ന് ദുഃഖാചരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുഃഖാചരണത്തെ തുടർന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം അയച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ന് നടക്കാനിരുന്ന ഔദ്യോഗിക വിനോദ പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. നേരത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സുൽത്താന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.